അപ്പോൾ ഇന്ന് നമുക്ക് ഓണം സ്പെഷ്യലായിട്ട് ചെറുപയർ പരിപ്പ് പായസം വയ്ക്കുക. അപ്പോൾ നമുക്ക് പരിപ്പ് ആദ്യം തന്നെ വറുത്തെടുക്കുക. അപ്പോൾ നമ്മൾ ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെറുപയർ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കഴുകി നമുക്ക് വേവാൻ വയ്ക്കാം. അപ്പോൾ നമുക്ക് 3-ാം പാലിൽ ചെറുപയർ പരിപ്പ് വേവിക്കാം. നമുക്ക് മൂടി വയ്ക്കാം. അപ്പം നമ്മുടെ ചെറുപയർ പരിപ്പ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് മൂടി വയ്ക്കാം. നന്നായി വേവട്ടെ. ഒരുപാട് ഉടച്ചെടുക്കാൻ പറ്റില്ല, കടിക്കാനുള്ളത് വേണം. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. നമുക്ക് ഇതിലേക്ക് ശർക്കര ഉരുക്കാൻ വയ്ക്കുക. മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ മധുരം ഇടാം. അതിപ്പോൾ ഷുഗറിൻ്റെയൊക്കെ പ്രശ്നങ്ങളുള്ളവരായ കാരണം ഞങ്ങൾ മധുരം കുറച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് അടുപ്പത്ത് വെച്ച് ഉരുക്കിയെടുക്കാം. ഇത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ചെറുപയർ പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെല്ലപ്പാവ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഇളക്കി മിക്സാക്കാം. നമുക്കൊരു അരിപ്പേല ഒഴിച്ചിട്ട് ഒഴിക്കുക. അതിൽ കല്ലും പൊടിയൊക്കെ ഉണ്ടാവും. നമുക്ക് ഇങ്ങനെ ഒഴിച്ചെടുക്കാം. നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. നമ്മുടെ ബെല്ലവും ചെറുപയറും തിളച്ച് നല്ല സെറ്റായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും കൂടിയിട്ട് പൊടിച്ചതാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. നമുക്കിത് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിൽ വറുത്തിടാം. നമുക്കിതിലേക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യലായിട്ട് ചെറുപയർ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.